ഈ ഒരു വണ്ടി എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്കോനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ക്യാമ്പർ വാനൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കുറേ പേര് കൊണ്ടു നടക്കുന്നുണ്ട്. അതായത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം, നമുക്ക് ഉറങ്ങാനുള്ള എല്ലാ സൗകര്യവും സെറ്റ് ചെയ്തിട്ടൊരു വണ്ടി കുറേ പേര് ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അവർ നവകാർ മോട്ടോഴ്സും പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ ക്യാമ്പർ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവർ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ പോസിബിൾ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ ലീഗലായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഇതൊരു ക്യാമ്പർ വാനായിട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ എന്തോരം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താം, അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡിസംബറിൽ ഞാനൊരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സോളോ ട്രിപ്പിന് വേണ്ടിയിട്ട് ഈ വണ്ടി മോഡിഫൈ ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും വണ്ടിയിലേക്ക് കൊണ്ടുവരണം. അതും നമ്മൾ ലീഗലായിട്ട് തന്നെ, അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ല, അതൊക്കെ നമുക്കിനി ഈ വണ്ടീനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ വിവരാവകാശത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി ഒരു 6 മാസമുണ്ട്. 6 മാസം കൊണ്ട് ഈ വണ്ടി നമുക്കൊരു സോളോ ട്രിപ്പിന് വേണ്ട രീതിയിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയുള്ള നമ്മുടെ എല്ലാ വീഡിയോസും ഈ വണ്ടീനെ കുറിച്ചിട്ടായിരിക്കും. കാരണം ട്രാവലിംഗ് ഞങ്ങൾക്ക് ഭയങ്കര പാഷനാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തതിനെ കുറിച്ചിട്ട് പറയാം. ഈ ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കോ എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ക്യാമ്പർ വാനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഏറ്റവും ചീപ്പായിട്ടുള്ള വണ്ടി ഇക്കോയാണ്. കാരണം ഇക്കോ നമ്മൾ പുതിയത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരും. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇപ്പോൾ എനിക്ക് കിട്ടിയത് 1.65 കിട്ടിയത്. അപ്പോൾ അത്ര റേറ്റിന് നമുക്കൊരു വണ്ടി കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. കാരണം മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ മെയിൻ്റനൻസ് ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഇനി ഈ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്ക് ചീപ്പായതുകൊണ്ടും നമുക്ക് സൗകര്യമുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഡോറ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സെൻട്രൽ ലോക്കിംഗ് ഇല്ല. നമ്മൾ എല്ലാ ഡോറും തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് എല്ലാ ഡോറും നമ്മൾ മാനുവലായിട്ട് നമ്മൾ ചുറ്റും നടന്ന് നമ്മൾ ലോക്ക് ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. പിന്നെ ഇക്കോടെ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡോർ ഇങ്ങനെ ചേർത്ത് അടച്ച് കഴിയുമ്പോൾ കണ്ടോ, ഈ ഒരു പ്രശ്നം എപ്പോഴും മിക്കവാറും ഇക്കോയ്ക്ക് വരാറുണ്ട്. അത് ഞാൻ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഇക്കോയ്ക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയായാലും നമ്മൾ സർവീസ് സെൻറ്ററിൽ കൂടെ കാണിക്കണം. പിന്നെ ഈ ഒരു ഹാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞു വരാറുണ്ട്. കാരണം ഇതിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. അധികം ബലമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒടിഞ്ഞു വരാറുണ്ട്. പക്ഷേ ഈ ഡോർ നമ്മൾ കുറച്ച് ഫോഴ്സിൽ അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡോറ് ലോക്കാവണം. കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. ഒരു ചെറുകിട ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഡെലിവറി സർവീസ് നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എടുക്കുന്ന വണ്ടിയാണ് ഇക്കോ. അപ്പം ഞങ്ങൾ ഈ അത്രയും മോശമായിട്ടുള്ളൊരു വണ്ടി നമ്മൾ കാണാൻ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ പുറകെ വേറൊരാൾ ലൈനപ്പിലാണ്. അവർ ഞങ്ങൾ നോക്കിയിട്ട് വേണം അവർ നോക്കാമെന്നുള്ള രീതിയിൽ ആളുകൾ ഇങ്ങനെ പാഞ്ഞു നടക്കുക വണ്ടി എടുക്കാനായിട്ട്. അതുകൊണ്ട് ഇക്കോയുടെ ഓണർഷിപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് തന്നെ നമ്മൾ 4ാമത്തെ ഓണറായിട്ട് വരും നമ്മുടെ പേരിലേക്ക് ആക്കുമ്പോൾ. നമ്മളൊരു 5ാമത്തെ ഓണറായിട്ടുള്ള വണ്ടി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 5ാമത്തെ ഓണറാണെങ്കിലും വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾ എടുക്കും വണ്ടി, ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാവരും എടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ ബിസിനസ് സക്സസ്ഫുൾ ആയില്ല, അല്ലെങ്കിൽ ഇത് ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പം തന്നെ വേറൊരാൾക്ക് മറിച്ച് വെക്കും. അപ്പോൾ ഇതേപോലെ അടുത്ത ബിസിനസ് എടുക്കുന്ന ആൾ ഇത് എടുക്കും. അങ്ങനെ വണ്ടി ഇങ്ങനെ കൈമറിഞ്ഞു പോകും. എന്നൊരു വണ്ടി അടിച്ച് പൊളിച്ച് ഉപയോഗിക്കലൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടിയും നമ്മൾ പുതുക്കാട് നിന്നാണ് എടുത്തത്. ആ ചേട്ടൻ ചോക്ലേറ്റിൻ്റെ ബിസിനസ് തുടങ്ങാനായിട്ടാണ് എടുത്തത്. ആൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഗൾഫ് റിട്ടേൺ ആണ്. പുള്ളി ബിസിനസ്സിൻ്റെ കാര്യം അത് പുള്ളിക്ക് ഓക്കെ ആവാത്തത് കൊണ്ട് തന്നെ ആളിതൊരു ഫാമിലി വണ്ടിയായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇതിപ്പോൾ മഴക്കാലത്ത് നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് ചവിട്ടി കയറേണ്ട ഒരു പ്രശ്നമാണ്. ആ ക്രോസൊക്കെ ആൾ തന്നെ വച്ചാണ്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. കാരണം നമ്മൾ എന്താ പറയുക, ആ വണ്ടിയിലുള്ള സാധനങ്ങൾ അവിടെ തന്നെ വയ്ക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചേക്കണം. പിന്നെ ഇക്കോൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു ഫാമിലി വണ്ടിയായിട്ട് നമുക്ക് ഒരിക്കലും കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഡെലിവറി വാൻ അല്ലെങ്കിൽ ഒരു സർവീസ് വണ്ടി അല്ലെങ്കിൽ ഒരു ആംബുലൻസ് എന്നുള്ളൊരു ഫീലാണ് ഈ വണ്ടിക്ക്. പക്ഷേ ഈ ഒരു കളർ, ഈ ഒരു ഗ്രേ കളർ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫാമിലി വണ്ടിയായിട്ട് കൊണ്ടുനടക്കുക. ഈ ഒരു കളറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിക്കായിട്ട് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രേ കളർ എടുത്തോ. കാരണം ഈ ഒരു കളറ് നല്ലതാണ്. ഇക്കോടെ ഏറ്റവും ബെസ്റ്റ് കളർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേ കളർ. വേറെ വെള്ളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു എന്താ പറയുക, ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഡെലിവറി വാൻ്റെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുക. ഈ ഒരു കളറ്
നമുക്കൊരു ഫാമിലി വണ്ടിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെല്ലാവരും ഒരു ഫാമിലി വണ്ടിയായിട്ട് എടുക്കുന്നവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാം, കുറേ പേർക്ക് വണ്ടിയിൽ കയറാമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സാധാരണ നമ്മളൊരു 4 പേര് 5 പേര് അതിൽ കൂടുതലൊന്നും നമ്മൾ കാറിൽ യാത്ര ചെയ്യാറില്ല ഒന്നിച്ച്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒരിക്കലും അഫോർഡബിൾ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫാമിലി വണ്ടിയായിട്ട് ഉപയോഗിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇക്കോ ഉപയോഗിക്കാമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ CNG അല്ലെങ്കിൽ LPG ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. CNG ആക്കി കഴിഞ്ഞാൽ CNGയും പെട്രോളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. LPG ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ LPGയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ LPG നമ്മൾ വണ്ടി ആക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി എൻജിൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഈ വണ്ടി ഒരു ലോങ് ഓടിക്കാനാണ് തീരുമാനം. ഇനിയിപ്പോൾ LPG ആക്കിയിട്ട് വണ്ടി നശിച്ചു പോകണമെങ്കിൽ നശിച്ചു പോട്ടെ, ഈ വണ്ടി നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും. എത്രത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉപയോഗിക്കാൻ തന്നെയാണ് ഈ വണ്ടി എടുത്തേക്കണത്. അതുകൊണ്ട് നമ്മൾ LPG CNG അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി വരുന്ന വീഡിയോസൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊരു LPG ആക്കിയിട്ട് നമുക്ക് കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കുള്ളൂ. അല്ലാതെ ഇക്കോ നമുക്കൊരു ഫാമിലി വണ്ടിയായിട്ട് കൊണ്ടുനടക്കാം. അതിപ്പോൾ നമുക്കൊരു പഴയ സ്വിഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു ഡീസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പഴയ സ്വിഫ്റ്റിന് നമുക്ക് ഹൈവേയിൽ ഒരു 25 അടുത്ത് നമുക്ക് മൈലേജ് ഇട്ടുണ്ട്. നോർമലിൽ നമുക്കൊരു 18 കിട്ടുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതൊരു വാൻ ടൈപ്പാണ്. നമുക്കൊരു ഫാമിലി യൂസിന് അധികം കൊണ്ടുനടക്കാനായിട്ട് ചില നമ്മുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാൻ ടൈപ്പാണ്, നമുക്കൊരു കാർ എന്നുള്ളൊരു ഫീല് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതൊരു ഫാമിലി വണ്ടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊരു സെക്കൻഡ് വണ്ടി എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ 1.65 കിട്ടാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബൈക്കിൻ്റെ റേറ്റാണ് നമുക്കായിട്ടുള്ളൂ. ബൈക്ക് എനിക്ക് ഒട്ടും സേഫ്റ്റി ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ആ ബൈക്കിൻ്റെ റേറ്റിന് നമുക്കൊരു ഇക്കോ കിട്ടുന്നു. ഈ ഇക്കോയിൽ നമ്മൾ LPG കയറ്റുന്ന ഏകദേശം ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ വർക്കും എല്ലാം ഉൾപ്പെടെ തീരുമെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. എല്ലാം നമ്മൾ തന്നെ പഠിച്ച് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിനി വീഡിയോ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൊരു ബെഡ് സെറ്റ് ചെയ്യണം, കുക്കിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം, വെള്ളത്തിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇനി എന്താ പറയുക സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് അറിയണം. അതായത് വണ്ടിയിൽ എന്തോരം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. ഇനിയിപ്പോൾ വണ്ടിയുടെ വേറൊരു ഇക്കോയിൽ ഈ ഒരു ക്രാഷ് ഗാർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാഷ് ഗാർഡ് എപ്പോഴും ഇക്കോയ്ക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പപ്പടം വരുവാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും ഒന്നുമില്ല, എൻജിൻ ഇരിക്കുന്നത് സീറ്റിൻ്റെ അടിയിലാണ്. പിന്നെ മാരുതിയുടെ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്രാഷ് ഗാർഡ് ഉള്ളത് വളരെ നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഇടിയൊക്കെ താങ്ങാനായിട്ട് ഈ സാധനം പറ്റും. പക്ഷേ ഇത് എന്താ പറയുക ലീഗലി ഇതിപ്പോൾ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വണ്ടികൾക്കൊക്കെ ഒരു ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ പുൾ ബാർ വയ്ക്കുന്നത് നല്ലതാണ്. ഒരു ഇടിയൊക്കെ താങ്ങിക്കോളും. പിന്നെ എന്തുകൊണ്ട് നിയമത്തിൻ്റെ ഇത് നിരോധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിയിട്ടാണോ ഇതൊക്കെ നിരോധിച്ചു വെച്ചേക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഈ ക്രാഷ് ഗാർഡ് ചില വണ്ടികൾക്ക് ഇപ്പോൾ ഒമിനി ആണെന്നുണ്ടെങ്കിലും ഇക്കോ അങ്ങനെ കുറച്ച് ഒരു എൻജിൻ ഫ്രണ്ടിലില്ലാത്ത വണ്ടികൾക്കൊക്കെ ഒരു ക്രാഷ് ഗാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചേട്ടൻ കൊണ്ടുവന്നേക്കണേ. ഇതിൻ്റെ ഇനിയിപ്പോൾ ഈ ഒരു വശത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേസ്റ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ വീണിട്ടുണ്ട്. എല്ലാം ഇതുവരെ പൊളിഞ്ഞതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാം എന്താ പറയുക കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ജ്യോതിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ കളറ് തന്നെയാണ് ഇതിൻ്റെ അകത്തടിച്ചതെന്നുണ്ടെങ്കിൽ കമ്പനി ഫിറ്റിംഗ് ആണ്. അതായത് വണ്ടി ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പിന്നീട് വരുന്ന ബോണറ്റുകൾക്കൊന്നും വണ്ടിയുടെ പുറത്തെ കളറായിരിക്കില്ല അകത്തെ കളർ. നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ, നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ നോക്കിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇക്കോടൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പവർ സ്റ്റിയറിംഗ് ഇല്ല. വണ്ടി നിർത്തിയിട്ടിട്ട് വളയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പവർ സ്റ്റിയറിംഗ് അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗും കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വണ്ടി മാത്രം ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ടൈറ്റാന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്കതൊരു എന്താ പറയുക പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല. പിന്നെ ഇക്കോടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ വിൻഡോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ പഴയ സിനിമയിൽ ജോസ് പ്രകാശൊക്കെ ഗ്ലാസ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഗ്ലാസ് തിരിച്ചിട്ട്
നമുക്ക് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ആ സൈഡിൽ ഇപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഇട്ട് നമ്മൾ വണ്ടി കയറി ഇരുന്നതിന് ശേഷമായിരിക്കും നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരുത്തം വന്ന് ആ ഗ്ലാസ് അങ്ങോട്ട് കൊണ്ട് തിരിച്ച് വച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ കിടന്ന് അല്ലെങ്കിൽ അതിൽ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കിടന്ന് തിരിച്ച് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ഇരുന്ന് നോക്കി പിന്നെ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വിടേണ്ട ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇക്കോടെ മെയിനായിട്ട് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പവർ സ്റ്റിയറിങ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വേറെ വണ്ടികൾ മാറി മാറി ഓടിച്ചുള്ള പരിചയമൊന്നുമില്ല. ഞാൻ എൻ്റെ കാറ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വണ്ടി മേടിച്ചെടുത്ത് ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നു. നല്ല സീറ്റിംഗ് ആണ്, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് പവർ സ്റ്റിയറിങ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. പിന്നെ പവർ വിൻഡോ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് ഇതിങ്ങനെ ഇട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ സെൻട്രൽ ലോക്കിംഗ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പോരായ്മയായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്തരത്തിൽ ചെറിയ നോർമൽ ഫീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പീസുകളൊക്കെ മാറാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം വലിയ പൈസയാവില്ല. ഇപ്പോൾ ഈ സാധനമാണെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അധികം പൈസയാവില്ല. പക്ഷേ കൂടുതൽ ഹൈ എൻഡ് ആയിട്ടുള്ള വണ്ടിയാവുമ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സീറ്റ്, എനിക്ക് ഏറ്റവും വലിയ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഹാപ്പിയാണ്. പിന്നെ മൈലേജ് ഇല്ലായ്മ, ഇനിയിപ്പോൾ വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം ആ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടൻ അങ്ങനെ നോക്കാറില്ല, എന്നാലൊരു 13 കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ പിന്നെ ഈ ഒരു ഡോറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഈ ഡോറിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാനുണ്ട്. ഈ ഡോറിൻ്റെ ഉള്ളിലൊക്കെ ഗ്രീസ് ചെയ്യാനുണ്ട്. പിന്നെ വണ്ടിയുടെ ബോഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡിയിൽ അങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്തോ ഒരു അടി കിട്ടിയിട്ടുണ്ട്, എന്തോ സാധനം കൊണ്ടതാണ്, അത് മുമ്പ് കൊണ്ടതാണ്. അതൊക്കെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ആ ചേട്ടൻ പറഞ്ഞിരുന്നു ഈ ലോക്ക് പോയിട്ടുണ്ട്, അപ്പോൾ ഈ ലോക്കൊന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി നമുക്ക് എങ്ങനെ ഇത്ര രൂപയ്ക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി വന്ന് നമ്മൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആ ചേട്ടനും അറിയാൻ പാടില്ല. അപ്പോൾ ഈ ഷീറ്റൊക്കെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നമ്മളിതിങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓട്ടയുണ്ട് ഇവിടെ. അതായത് ഈ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് വണ്ടിയുടെ അടി തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അയ്യോടെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, നിങ്ങൾ കണ്ടത് നന്നായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടില്ലേ, കണ്ടോ ചെറുതായിട്ട് തുരുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഇത്രയും തുരുമ്പുള്ള വണ്ടിയാണ്, അപ്പോൾ അതൊക്കെ ചേട്ടാ ഒന്ന് കുറച്ച് തരണം. അങ്ങനെയുള്ള നമ്മളിതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, വണ്ടിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അതൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ വെൽഡ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരും. പിന്നെ വണ്ടിയുടെ 2-3 ബുഷ് പോയി കിടക്കുക. പിന്നെ വണ്ടി നമ്മൾ തിരിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത് 1-2 ബുഷ് പോയി കിടക്കുന്നതാണ് ജ്യോതിസ് പറഞ്ഞത്. അപ്പോൾ ജ്യോതിസും പറഞ്ഞു, ചേട്ടാ വണ്ടി കാണാൻ ഓക്കെയാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടുമ്പോൾ ചെറിയ കുറേ കുഞ്ഞു കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് തന്നെ തിരുത്താൻ പറ്റാവുന്നതായതുകൊണ്ട് തന്നെ ജ്യോതിസ് പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 5-6 വണ്ടി പോയി നോക്കിയിട്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്തത്. വണ്ടി ഓടിച്ച് നോക്കിയെടുത്തോളം വണ്ടി ഓക്കെയാണ്. എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഈ വണ്ടിയുടെ എന്താ പറയുക, 1.65 ഈ വണ്ടി എനിക്ക് ബെസ്റ്റായിട്ട് തോന്നി. കാരണം ഞാൻ കുറേ വണ്ടികൾ പോയി നോക്കി, 2 ലക്ഷം രൂപയൊക്കെ പറഞ്ഞ ചില വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ആ രീതിയിലുള്ള അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. ഇക്കോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്കോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡുണ്ട്. നമ്മൾ ഇന്ന് OLX-ലിട്ടാൽ നാളെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ടു. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ്. കാരണം ഒരു ബിസിനസ് നടത്തുന്ന ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വണ്ടി ഇക്കോയാണ്. അതുകൊണ്ട് ഇക്കോ എടുക്കണതിൽ നഷ്ടമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയാലും എടുത്തു. ഇനിയിപ്പോൾ ഡിസംബർ വരെ നമ്മൾ ഈ വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് നമ്മളൊരു ലോങ് ഡ്രൈവ് പോകും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യും. അതല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ച് OLX-ലിട്ട് വിൽക്കും. പക്ഷേ നമ്മൾ അതിന് മുമ്പ് എല്ലാ പരിപാടികളും പണികളൊക്കെ തീർത്ത് വണ്ടി നല്ല കണ്ടീഷനാക്കി ഇട്ടിട്ടാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്.